ഇനി പഠിക്കാം മിനർവ അക്കാദമി തൃശൂരിൽ 2 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾ 100% പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് മിനർവ അക്കാദമി ഉറപ്പു നൽകുന്നു. ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾ മിനർവ അക്കാദമിയിലൂടെ യാഥാർത്ഥ്യമാക്കൂ. ഭൗതിക സാഹചര്യങ്ങളുടെ വളർച്ചയ്ക്കൊപ്പം കുട്ടികളുടെ ലഹരി ഉപയോഗം അടക്കമുള്ള കാര്യങ്ങളിൽ നടപടി വേണമെന്നും സാമൂഹിക ഉത്തരവാദിത്തമുള്ളവരായി കുട്ടികളെ മാറ്റാൻ കഴിയാതിരുന്നാൽ വിദ്യാഭ്യാസം കൊണ്ടുള്ള നേട്ടങ്ങൾ സമൂഹത്തിന് ഗുണമുള്ളതായി മാറില്ലെന്നും കെ രാധാകൃഷ്ണൻ MP. അതായത് ഒരു ഇൻവെസ്റ്റ്മെൻ്റാണ്. ഭാവി തലമുറ എങ്ങനെയായിരിക്കണം എന്നുള്ള കാഴ്ചപ്പാട്. ഏറ്റവും മെച്ചപ്പെട്ട കുട്ടികളെ നമ്മുടെ സമൂഹത്തിന് സംഭാവന ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് പറഞ്ഞാൽ മാത്രം പോരാ, അത് പ്രാവർത്തികമാക്കണമെങ്കിൽ അതിനുള്ള ഭൗതിക സാഹചര്യങ്ങളാണ്. അങ്ങനെ ആ ഭൗതിക സാഹചര്യങ്ങളെല്ലാം മെച്ചപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ സ്കൂളിലെ അന്തരീക്ഷമെല്ലാം മാറി ഏറ്റവും നല്ല വിജയ ശതമാനത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയുന്നത്. വിജയിച്ചാൽ മാത്രം മതിയോ എന്നുള്ള ചർച്ചയാണ് ഇന്ന് നമ്മുടെ സമൂഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സമൂഹം ചർച്ച ചെയ്യുന്നതിൻ്റെ പ്രതിഫലനമാണ് നമ്മളിവിടെ സംഗീതാവിഷ്കാരത്തിലൂടെ കുട്ടികൾ നമുക്ക് കാണിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ സമൂഹം ഏത് രീതിയിലേക്കാണ് പോകുന്നത്, അറിവ് നേടുന്നവരടക്കം പോകുന്ന വഴി ഏതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ്. അതാണ് ഭംഗിയായി നമ്മുടെ കുട്ടികൾ ഇവിടെ ഈ സ്റ്റേജിൽ തുടക്കത്തിൽ മയക്കുമരുന്നെതിരായിക്കൊണ്ട് നമ്മുടെ സമൂഹം പ്രതികരിക്കണമെന്ന് കാണിച്ചുകൊണ്ടുള്ള സംഗീതാവിഷ്കാരം നടത്തുന്നത്. ഏറ്റവും വലിയ വിപത്തായി നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ചും കുട്ടികളെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ആപത്താണ്. അത് ഏതുവരെ എത്തുന്നു എന്നുള്ളത് നമ്മൾ ഓരോ ദിവസവും വാർത്തകളിലൂടെ കാണുന്നില്ല. അടുത്ത ദിവസം ഒരു ദിവസമാണ് 2 അമ്മമാരെ മക്കൾ കൊന്നത്. ചേലക്കര ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിട സമുച്ചയത്തിന്റെയും KSFEയുടെ കോർപ്പറേറ്റ് സാമൂഹ്യ ഉത്തരവാദിത്ത ഫണ്ട് വഴി നിർമ്മിച്ച കമ്പ്യൂട്ടർ ലാബിന്റെയും സ്റ്റേജിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉത്സവ അന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങിലേക്ക് MPയെയും മറ്റുള്ളവരെയും ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടുകൂടിയാണ് സ്കൂൾ അധികൃതർ ആനയിച്ചു കൊണ്ടുവന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2 കോടി രൂപയ്ക്കാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. KSFEയുടെ സാമൂഹ്യ ഉത്തരവാദിത്ത ഫണ്ട് വഴി 12.5 ലക്ഷം രൂപ ചെലവിലാണ് കമ്പ്യൂട്ടർ ലാബ് നവീകരണം പൂർത്തിയാക്കിയത്. കലോത്സവത്തിന് ഒരു ഊണ് പദ്ധതി വഴി പുതിയ സ്റ്റേജ് നിർമ്മാണവും പൂർത്തിയാകുന്നു. 2025 വർഷത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും LSS USS സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിക്കുകയുണ്ടായി. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാൻഡോ സെബാസ്റ്റ്യൻ റിപ്പോർട്ട് അവതരണം നടത്തി. ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ KR മായ, KSFE ഫിനാൻസ് ജനറൽ മാനേജർ ശരത് ചന്ദ്രൻ എന്നിവർ വിശിഷ്ടാതിഥികളായി. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അരുൺ കാളിയത്ത്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് H ഷെലീൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിജിത ബിനീഷ്, ചേലക്കര ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ ജാനകി, എല്ലിശ്ശേരി വിശ്വനാഥൻ, KK ശ്രീവിദ്യ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ T ഗോപാലകൃഷ്ണൻ, PM ജാഫർ മോൻ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീജ കുനിയിൽ, ഹെഡ് മിസ്ട്രസ് T ഫാത്തിമ സുഹറ, SMC ചെയർമാൻ AG രാജൻ, MPTA പ്രസിഡന്റ് സുമ അയ്യപ്പൻ, ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി MJ ബിജി, വിദ്യാർത്ഥി പ്രതിനിധി AK അനാമിക, ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ N സുനിത, PTA പ്രസിഡന്റ് AV മനോജ് കുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. BCB ന്യൂസ് ചേലക്കര.
You are watching VCV News.